അതുകൊണ്ട് അറിയാൻ പറ്റൂല. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ബോഡി ബിൽഡർ, അല്ലാഹു അക്ബർ, 53 വയസ്സുണ്ട്, ബോഡി ബിൽഡർ, ജീവിതത്തിൽ ബീഫ് കഴിച്ചിട്ടില്ല, കോഴി കഴിച്ചിട്ടില്ല, മട്ടൻ കഴിച്ചിട്ടില്ല. നമ്മളൊക്കെ പറയും മട്ടൻ കഴിച്ചിട്ട്, കുട്ടൻ കഴിച്ചിട്ട്, ബീഫ് കഴിച്ചിട്ടൊക്കെയാണ് ഈ അറ്റാക്ക് വരുന്നത്, കൊഴുപ്പ് കയറി പിടിച്ചെന്നൊക്കെ. സസ്യാഹാരം മാത്രം, വെണ്ടക്കായും വഴുതനങ്ങായും ആ സാമ്പാർ വിട്ട് കലക്കി 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 കുടിച്ചവനാണ് അവസാനം അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞ മാസത്തിൽ. ബോഡി ബിൽഡർ, സസ്യാഹാരി, മാംസാഹാരി അല്ല. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ അടുത്ത സമയത്ത് ഒരു യോഗ ചെയ്യുന്ന ഒരു ശൈത്താൻ മരിച്ചു. അവൻ പറഞ്ഞു യോഗ ചെയ്യാത്തവൻ ഒരുത്തനും രക്ഷപ്പെടൂല, യോഗ ചെയ്താൽ ആർക്കും അറ്റാക്ക് വരൂല. യോഗ ചെയ്യാത്തവൻ അറ്റാക്ക് വരും, യോഗ ചെയ്താൽ ജീവിതത്തിൽ അറ്റാക്കേ വരൂല എന്ന് പറഞ്ഞ ഒരു യോഗാചര്യൻ കഴിഞ്ഞ മാസം 39 വയസ്സേ ഉള്ളൂ, അറ്റാക്ക് വന്ന് മരിച്ചു. അയാളെ പഠിപ്പിച്ചെടുക്കുന്നത്. അയാളുടെ 2 കാല് മുകളിലായിരിക്കും, 2 കൈ താഴെയായിരിക്കും, എപ്പോഴും യോഗയിലായിരിക്കുക. മലക്കുൽ മൗത്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി വന്ന ഒറ്റപ്പിടി ഇതാ കിടക്കുന്നത്. യോഗയും ചെയ്തുകൊണ്ട് തലകുത്തി കിടക്കുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെ പോയി യോഗ? ഹബീബെ, നമ്മൾ ഈ നടക്കുന്ന ഒരു ദിവസം നമ്മുടെ ശ്വാസം 22,222 പ്രാവശ്യം. ഒരു ദിവസം നമ്മുടെ ശ്വാസം 22,222 പ്രാവശ്യം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ എണ്ണിയിട്ട് കുറവുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, എന്നെ വിളിച്ചാൽ മതി. എണ്ണി നോക്കി പോയിരുന്നു, വീട്ടിലിരുന്ന് കുത്തിയിരുന്ന്. എപ്പം മുതൽ തുടങ്ങും? പിടിച്ചു ഒന്ന് ഓഫാക്കി വെക്കണം, ശ്വാസം എല്ലാം പോയിട്ട് തുടങ്ങണം. അതിനിടയ്ക്ക് അങ്ങ് പോയാൽ തീർന്നു കിട്ടിയല്ലോ, പിന്നെ ചോദിക്കാൻ നിൽക്കണ്ട. ഈ അസുഖം വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്ത് ശ്വാസത്തിന് വേണ്ടി ജനങ്ങൾ ഓടിയില്ലേ? ഓരോരോ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയപ്പോൾ, മുസ്ലിങ്ങളുടെ ഹോസ്പിറ്റൽ അടക്കമുണ്ട്, എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആശുപത്രി ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങളെ ഒന്നും സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഇനി ഏത് കാക്കാടെന്ന് പറഞ്ഞാലും ഏത് വലിയ ഷേഖുനാടെന്ന് പറഞ്ഞാലും എല്ലാം പുലൂസിന് വേണ്ടിയുള്ള ഹമുക്കന്മാരാണ്. ഒരു കുട്ടികളോട് പോലും, ഒരു ക്യാൻസർ രോഗിയോട് പോലും, ഒരു സാധുവിനോട് പോലും ഒരു ദയയില്ലാത്ത വർഗം, അങ്ങനത്തെ സൈസുകളാണ്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കൊക്കെ എതിരെ ദുവാറുന്ന രക്ഷയുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോയാൽ വീട് എഴുതി വെക്കേണ്ടി വരും. എങ്ങനെ ആശുപത്രി പോകും? കൊറോണയ്ക്ക് ശ്വാസം കിട്ടാതെ പോകുമ്പോ ആദ്യം പറയുന്നത് 3 ലക്ഷം എടുത്തു വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കയറ്റാന്ന്. 3 ലക്ഷം. അതെപ്പോ അകത്തോട്ട് കയറ്റാൻ കയറി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി. ഇന്നലെ ഒരാള് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിക്കുന്നു. എൻ്റെ വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കാൻ ഉസ്താദെ ദുആ ചെയ്യണം. നമസ്കാരമൊക്കെ എന്താ പറ്റി? ഞാൻ ചെറിയ അസ്വസ്ഥതയാണ്, 80 വയസ്സായി കൊണ്ടുവന്നു. ഞാൻ 80 വയസ്സൊക്കെ ആണെങ്കിൽ എന്തിനാ അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൂടെ? എല്ലാം കൊണ്ടുവന്ന് ശരിയാകുമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ എത്രയായി? 2 ലക്ഷം രൂപയായി. എത്ര ദിവസമായി? 1.5 ദിവസമായി. ഇനി കുഴപ്പമില്ല, 2 ലക്ഷം കൂടെ കൊടുത്തു. ഞങ്ങൾ പള്ളിക്ക് ചോദിച്ചാൽ കൊടുത്തില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ, എല്ലാം കൊടുത്തിട്ടാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു സാധുവായ ആൾ, തരുന്ന ആളെ കൊടുക്കുന്ന ആളാ. ചോദിച്ചാൽ പറയാ ഇപ്പൊ പൈസ ഇല്ലാക്കാനാകില്ല. അവസാനം ഇപ്പൊ കൊടുക്കാൻ കാശ് വന്നില്ലേ? സംഭവം വന്നില്ലേ? 2 ലക്ഷം രൂപയായി. അപ്പൊ എൻ്റെ പറയാ, തൊട്ടടുത്ത് ഞങ്ങളുടെ റൂമിൽ, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത്രയും രീതിയിൽ പറയാതെ കളിയാക്കാനല്ല, ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ട്, എടാപോടാ ബന്ധം. അപ്പൊ തൊട്ടടുത്തൊരു റൂമിൽ ഒരാൾ കിടക്കുന്നു. 14 ദിവസമായി വന്നിട്ട് 25,16,000 രൂപയായി ബില്ല്. കുറച്ച് ചോദിച്ചിട്ട് കുറയ്ക്കുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു 16,000 രൂപ ഭക്ഷണത്തിന്റെ, ഫുഡിന്റെ ബില്ല്. അതുപോലും കുറയ്ക്കാൻ വേണ്ടി അതുപോലും കുറച്ച് കൊടുത്തില്ല. അവരുടെ കിടക്കുകയാണ്, ബില്ലടയ്ക്കാൻ വയ്യാതെ. 25,4 കോടി രൂപ. എന്നിട്ട് ഞാൻ ചോദിച്ചു അസുഖം മാറിയോ? എവിടെ മാറാ? വന്ന പോലെ തന്നെ. ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ, നമ്മൾ അള്ളാഹെ കുറിച്ച് എന്താ ചിന്തിച്ചത്? അള്ളാഹു നമുക്ക് തന്ന ശരീരത്തിന്റെ ആ ഒരു അവയവത്തിന് ഒരു ചെറിയൊരു ന്യൂനത വന്നപ്പോ ഈ നാട്ടിലെ ഡോക്ടർമാരിടുന്ന വില കണ്ട. ഈ കൊറോണ വന്ന സമയത്ത് എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലില് ഒരു തങ്ങള് കുടുംബത്തിലെ ഒരു ഉമ്മ അഡ്മിറ്റ് ചെയ്തു. പണക്കാട് കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണ്. 1.25 കോടി രൂപയായി ബില്ല്. 1.25 കോടി രൂപ. 10 ലക്ഷം രൂപ കുറച്ചു കൊടുക്കാൻ വേണ്ടി MLA-മാരടക്കം അവിടെ ബന്ധപ്പെട്ടു. 1 രൂപ പോലും കുറച്ചു കൊടുത്തില്ല. ആള് മരിക്കുകയും ചെയ്ത് 1.25 കോടി അടയ്ക്കുകയും ചെയ്തു. നല്ല വായ്തയുണ്ട്. ചിന്തിച്ചു നോക്കി, ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ? ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ പേരിൽ ഈശ്വര കുന്നുംപുറത്തിനെല്ലാം കൊണ്ട് ഇതേപോലെയൊക്കെ നമ്മൾ ഇങ്ങനെ പരസ്യം കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എല്ലാവരെയും. 2 കോടിയുടെ 3 കോടിയുടെ 30 കോടി. ഈ പാവപ്പെട്ടവക്കൾ ഈ തേച്ചും ബീച്ചും ഒക്കെ ഉണ്ടാക്കുന്ന പൈസ, ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ, ഈ വിയർപ്പൂറ്റി ഉണ്ടാക്കുന്ന പൈസ, ഇതൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കും. ഈ 5 കോടി 7 കോടിയുടെ ഒക്കെ എന്ത് ചികിത്സയാണ് ഹബീബേ? 7 കോടി 8 കോടിയുടെ ഒക്കെ ചികിത്സകൾ. എന്നാൽ വലിയ വലിയ
കോടികൾ ലക്ഷങ്ങൾ വാങ്ങുന്ന ഡോക്ടർമാരുണ്ടല്ലോ, അവർക്കതൊന്നും ഞങ്ങൾക്ക് ഇതിന്റെ ഫീസ് വേണ്ട, അല്ലെങ്കിൽ അവിടുത്തെ ഇതിന്റെ ഹോസ്പിറ്റലിന്റെ തലവന്മാർക്ക് പറയാം നമുക്ക് അതിന്റെ ഒരു ലാഭവിഹിതവും വേണ്ട എന്ന് വെച്ചൂടെ. എന്ന് വെച്ചാൽ എത്രയോ കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയും? ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു ബിസിനസ്. ഇത്ര കോടി വേണമെന്ന് ആദ്യമേ നിശ്ചയിക്കുകയാണ്, ആദ്യമേ തീരുമാനിക്കുകയാണ്. ആര് ചോദിക്കാൻ? അവസാനം എന്താ സംഭവിക്കുന്നറിയോ? 6 മാസം കഴിയുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ 3 കോടി പോയാ. വലിയൊരു മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി, കരുനാപ്പുള്ള ഒരു കുട്ടിയാണ്, 10 വയസ്സുള്ള ഒരു കുട്ടി, മജ്ജ മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. 1 കോടി രൂപ ഞാൻ പറഞ്ഞു, ദയവേച്ച് നിങ്ങൾ മാറ്റി വെക്കരുത്, ഇതൊക്കെ വെറുതെയാണ്. നിങ്ങൾ പറയും ഇല്ല ഉസ്താദ് എന്റെ മോനെ എനിക്ക് വേണം. ഞങ്ങൾ പറഞ്ഞു മാറ്റി വെക്കരുത്, അള്ളാഹു ഉദ്ദേശിച്ചത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കുട്ടിയെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നല്ലൊരു മോൻ, കാണാൻ എന്ത് രസം, 10 വയസ്സ്, ഞാൻ പോയി കണ്ടതാണ്. അവൻ വീട് സ്ഥലവും വിറ്റ് 1 കോടി രൂപ 10 ലക്ഷം രൂപ എന്തോ ടാറ്റ കൊടുത്തു, 1-10 ആയി, എല്ലാം ചെയ്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സംഭവം. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹ് ആദ്യം പുകഴ്ത്തണം, എന്നാലേ ദുആ സ്വീകരിക്കുള്ളൂ. രണ്ടാമത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറയണം. പടച്ചവനെ നീ എനിക്ക് ആഫിയത്ത് തന്നു, കണ്ണ് തന്നു, ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, വീട് തന്നു, വണ്ടി തന്നു, ഇതെല്ലാം നിന്റെ കഴിവാണ് പടച്ച റബ്ബേ. അള്ളാഹുവേ നിന്റെ ഔദാര്യമാണ് റബ്ബേ, അള്ളാഹുവേ നിന്റെ അലങ്കാരമാണ് റബ്ബേ, ഇതൊന്നും എന്റെ കഴിവല്ല അല്ലാ. ആരാണോ ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് ആരാണോ പറഞ്ഞത്, അവരെല്ലാം പരാജയപ്പെട്ട ചരിത്രമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് തെളിവുകൾ നിരത്താം. ഖാറൂൻ പോലും പറഞ്ഞില്ലേ, ഖാറൂൻ പറഞ്ഞില്ലേ, ഹാമാൻ പറഞ്ഞില്ലേ, സൂറത്തുൽ കൗഫിലെ ആ 2 പേരുടെ ചരിത്രത്തിൽ ഒരാൾ പോലും പറഞ്ഞില്ലേ എന്റെ കഴിവാണ്, എന്റെ പരിശ്രമ ഫലമാണ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്, ഇതൊന്നും നിനക്ക് തരാനുള്ളതല്ല എന്ന് പറഞ്ഞവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുരടോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് പറിച്ചെടുത്ത ചരിത്ര പാരമ്പര്യമാണ്. ഫറോവ പറഞ്ഞില്ലേ തജ്രി മിൻ തഹ്തി അൽ അൻഹാർ, ഏ മൂസയുടെ ജനങ്ങളെ, ഏ മിസ്രിലെ മക്കളെ, ഈ നൈൽ നദി ഒഴുകുന്നത് ഈ ഫിർഔൻ എന്ന് പറയുന്ന ഈ രക്ഷിതാവ് നിങ്ങളുടെ ദൈവത്തിന്റെ കാലിന്റെ അടിയിലൂടെയാ എന്ന് പറഞ്ഞ ഫറോവയെ ആ വെള്ളത്തിലിട്ട് അല്ലാഹു മുക്കിക്കൊന്നില്ലേ. ഈ ഭൂമിയിൽ അഹങ്കരിച്ചവരെ വെച്ചു പുലർത്തിയ ഒരു ചരിത്രവുമില്ല. ആദ്യം പഠിച്ചു വെച്ചോ. അതുകൊണ്ട് നമ്മൾ അള്ളയോട് പറയണം, അല്ലാ ഈ വണ്ടി തന്നത് നീയാണ് പടച്ചവനെ, ഈ ആരോഗ്യം തന്നത് നീയാണ് പടച്ചവനെ, ഈ പൈസ തന്നത് നീയാണ് പടച്ചവനെ, എനിക്ക് മക്കളെ തന്നത് നീയാണ് അല്ലാ. എല്ലാം അല്ലാ, അല്ലാ. കുല്ലുൻ അല്ലാ, കുല്ലും ബില്ലാ, കുല്ലുൻ ലില്ലാ, എല്ലാം അല്ലാ നീയാണ് എനിക്ക് തന്നത് അല്ലാ. അത് അല്ലാഹുവിന് ഇഷ്ടമാണ്, അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ പറയണം, അല്ലാ നീയാണ് എനിക്ക് തന്നത്, അല്ല എന്റെ പണിയുണ്ടല്ലോ, എന്റെ കഷ്ടപ്പാടുണ്ടല്ലോ, അങ്ങനെ നീ പറഞ്ഞു നോക്കും. അങ്ങനെ നീ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ ഒരൊറ്റ അറ്റാക്ക് വരും, തീർന്ന്. നീ ഒന്ന് പണിയെട്, നോക്കട്ടെ, നീ നിന്റെ പണിയൊന്ന് നോക്കട്ടെ, നീ ഒന്ന് പോടാ, നീ നോക്കട്ടെ, നീ വലിയ പറഞ്ഞു ഞാൻ അങ്ങ് ഓടിച്ചോണ്ട് പോകുന്നു, ഒന്ന് പോയി നോക്ക്. നടക്കൂല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നറിയോ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഈ വണ്ടി ഓടുന്നത്. അള്ളാഹു നമുക്ക് തന്ന ഈ നിഅമത്ത്, ആ നിഅമത്ത് അള്ളാഹുവോട് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കണം എന്നും. അല്ലാഹ് റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, എല്ലാ വഖത്ത് നമസ്കാരത്തിന് ശേഷവും ഈ പറയപ്പെട്ട ദുആ ഒന്ന് സൂറത്തുൻ നംലിലുണ്ട്, മറ്റൊന്ന് സൂറത്തുൽ അഹ്ഖാഫിലുണ്ട്. സുബ്ഹിക്കും മഗ്രിബിനും 3 പ്രാവശ്യം വീതം പറയണേ, അല്ലാത്ത വഖത്തിൽ 1 പ്രാവശ്യം വീതം നിങ്ങൾ ഇത് പറയണേ. ഏത് ഞാനിപ്പോ ഓതിയ ദുആ, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ
علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. മൂന്ന് ദുആ മഹാന്മാർ ഖുർആനിൽ നിന്ന് പഠിപ്പിക്കുന്നു. ഒന്ന് ഈ ദുആ. രണ്ടാമത്തെ ദുആ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറാ. ഇതും നിങ്ങൾ പറഞ്ഞോ. വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. മറ്റൊരു ദുആയും ഖുർആനിലെ ഒരു ആയത്ത് പഠിപ്പിച്ചു തരുന്നു. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറൻ നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഈ ദുആ, ഈ ആയത്ത് എല്ലാ സുബ്ഹിയിലും മഗ്രിബിലും 3 പ്രാവശ്യം വീതം ഓതിയാൽ ശരീരത്തിലെ അവയവങ്ങൾ മാറ്റിക്കളയുന്ന രോഗം നിങ്ങൾക്ക് ഉണ്ടാവൂല. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. മഹാന്മാര് വെറുതെ പറയല്ലോ, ഇത് വെറുതെ പറയല്ല. ഇതൊക്കെ ഓതണം. സുബഹി കഴിഞ്ഞിരുന്ന് ഓതണം, മഗ്രിബ് കഴിഞ്ഞ് ഓതണം. ബാക്കി എല്ലാ വഖത്തിലും ഓരോ പ്രാവശ്യം ഓതണം. നമ്മുടെ ശരീരത്തില് കരൾ മാറ്റിവെക്കുന്ന രോഗം, കിഡ്നി മാറ്റിവെക്കുന്ന രോഗം, ഹൃദയം മാറ്റിവെക്കുന്ന രോഗം, ഇതൊന്നും നിന്റെ ശരീരത്തിൽ ഉണ്ടാവൂല. കാരണം അതിന്റെ അർത്ഥം അല്ലാഹുവേ, നീ എനിക്ക് തന്ന ആരോഗ്യം, നീ എനിക്ക് തന്ന നിഅമത്ത് നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മഹാനായ ദാവൂദ് നബി അള്ളയോട് ചോദിച്ചതാ. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചതാ. ഈ ദുആ പരിശുദ്ധ പ്രവാചകൻ സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തതാ. ആരാണോ ഇത് നമസ്കാര ശേഷം അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ശാരീരികമായി മാനസികമായി അവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവൂല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ശാന്തിക്ക് വേണ്ടി ഓടുന്ന മുഅ്മിനീങ്ങളെ, സമാധാനത്തിന് വേണ്ടി ഓടുന്ന സഹോദരാ, അല്ലാഹു പറയുന്നു, നിനക്ക് സമാധാനം വേണമോ? ഖുർആനിലേക്ക് നീ മടങ്ങി വാ. വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിൽ നാം അത് ഇറക്കിയിട്ടുണ്ട്. മാ, ഒരു കാര്യം, ശിഫാഉൻ, നിന്റെ ശരീരത്തിന്റെ രോഗത്തിനുള്ള മരുന്ന്, പരിഹാരം ഈ ഖുർആനിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കഴിക്കണേ, ഉപയോഗിക്കണേ. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അങ്ങനെ സത്യവിശ്വാസികൾക്ക് അതൊരു റാഹത്തും റഹ്മത്തും സന്തോഷവുമായി മാറും കേട്ടോ. സത്യവിശ്വാസികൾ റാഹത്തായിരിക്കും. അൽഹംദുലില്ലാ, അത് ഓതിയപ്പോൾ എൻ്റെ മനസ്സിലുള്ള റാഹത്തുണ്ട്, അത് കിട്ടിയപ്പോൾ ഒരു ഖൈറുണ്ട്, ഒരു ബർക്കത്തുണ്ടെന്ന് നിന്റെ മനസ്സ് തന്നെ പറയും. നിന്റെ മനസ്സ് തന്നെ പറയും. ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഇതെല്ലാം ഞാൻ ഖുർആൻ കൊണ്ടാണ് സ്ഥിരപ്പെടുത്തുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. അതിന്റെ അർത്ഥങ്ങളും അങ്ങനെ തന്നെയാണ്. ചെയ്തു നോക്ക്. ഈ ഖുർആൻ ഹത്ത ഓതാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അത്ത മരിക്കുമ്പോൾ അത്തയുടെ തലമണ്ടയിൽ കൊണ്ടുവച്ചിട്ട് ഹത്ത ഓതും. ജീവിച്ചിരിക്കുമ്പോൾ ഗ്ലാസ് വെള്ളം കൊടുക്കൂല. ഈ ഖുർആൻ കൊണ്ടുവച്ച് അത്താടക്ക് മണ്ടയിൽ ഓതിക്കൊണ്ടിരിക്കാനല്ല. നിങ്ങൾ ഓതുമ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടും. ഖുൽ ഹുവല്ലാഹു അഹദ്, ചെറിയൊരു സൂറത്താണ്, എത്ര വലിയ ഫായിദ ഉണ്ടെന്നറിയുവോ? ഈ സൂറത്ത് ഓതിയിട്ട് ഒരാൾ മരിച്ചാൽ ലം യുഫ്തൻ ഫീ ഖബ്രിഹി വഅമിന മിൻ ലഗ്തതിഹി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഫീ മറളിഹി അല്ലദീ യമൂത്. മരിക്കാൻ കിടക്കുന്നവരെ, രോഗബാധിതരായി കഴിയുന്നവരെ, അറ്റാക്ക് പിടിച്ച് ആശുപത്രിയിൽ പോകുന്നവരെ, ICUവിൽ കിടക്കുന്നവരുടെ ബൈസ്റ്റാൻഡുകളെ, ആ കിടക്കുന്ന രോഗികളോടൊന്നു പോയി പറയണേ, ഇഖ്ലാസ് സൂറത്ത് ഓതാൻ പറയണേ. റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്. ആരാണോ ഇത് ഓതുന്നത്, അങ്ങനെ ഓതിയാൽ ആ അവസ്ഥയിൽ അവൻ മരണപ്പെട്ടാൽ ലം യുഫ്തൻ ഫീ ഖബ്രിഹി, അവന്റെ ഖബർ അവനെ വേദനിപ്പിക്കൂല. വഅമിന മിൻ ലഗ്തതിഹി, ഖബർ അവനെ ഞെരുക്കൂല. അപ്പോ നമുക്ക് മനസ്സിലാക്കാം, ഖബർ ഞെരുക്കും. ഇന്നലിൽ ഖബറിൽ ലമ്മാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞില്ലേ, സഹാബത്തെ, ഖബറിന് ഞെരുക്കമുണ്ട് കേട്ടോ. വെറുതെ ഖബർ കാണുന്നവരാണ് മയ്യത്തുങ്കരയുടെ പരിസരത്ത് കൂടെ പോകുമ്പോൾ
ആയിരക്കണക്കിന് കബറുകൾ നമ്മൾ കാണുമ്പോ നമ്മുടെ കണ്ണ് ഈറനണിയാറുണ്ടോ? നമ്മുടെ മുൻഗാമികളാണ് ആ കിടക്കുന്നത്. നോക്കുമ്പോ മൈലാഞ്ചി കിളിച്ച് നിൽക്കുകയാ, നല്ല നല്ല റോസാ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുകയാണ്. ആ കിടക്കുന്ന കബറിന്റെ ഉള്ളിൽ കിടക്കുന്നവരുടെ അവസ്ഥ നമുക്കറിയുമോ? എങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് കാണാൻ കഴിയും ആ കബറിന്റെ അവസ്ഥകൾ എന്താണെന്നുള്ളത്. അള്ളാന്റെ റസൂല് നടന്നു പോകുമ്പോഴാണ് കബർ ഞെരിക്കുന്ന രംഗങ്ങൾ കാണുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ മൂത്രം ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്. എത്രത്തോളം നമസ്കാരമുള്ളവനാകട്ടെ ഇബാദത്തുള്ളവനാകട്ടെ, മൂത്ര വിഷയത്തിൽ അവർക്ക് ശ്രദ്ധ കുറഞ്ഞു പോയാൽ ആ ഖബർ ഞെരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലിൽ ഖബരി ലളമ്മ, തീർച്ചയായും ഖബർ ഞെരുക്കും സ്വഹാബ. ലൗ കാന അഹദും മിൻഹാ നാജിയാ ലകാന സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദിനെ അല്ലാഹു രക്ഷപ്പെടുത്തുമായിരുന്നു കേട്ടോ. ആരെയെങ്കിലും ഖബർ ഞെരുക്കത്തിൽ നിന്ന് വെറുതെ വിടുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ വെറുതെ വിടുമായിരുന്നു. ആ സ്വഹാബിയെ പോലും ഖബർ ഞെരുക്കി. കാരണം എന്താ? കാന യുഖസ്സിറു ഫീ ബഅദി തുഹൂരി മിനൽ ബൗൽ, മൂത്രമൊഴിച്ചതിന് ശേഷം ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ ഖബർ ഞെരുക്കി. ഈ ഭാഗത്തുള്ള മനുഷ്യനാണ്. നമ്മളൊക്കെ ഉപ്പുപ്പമാരെ മനസ്സിലാക്കണം. നിസ്കാരം അതിനു മുമ്പ് ഒതുവെടുക്കുമ്പോ മൂത്രം ഒന്ന് ശ്രദ്ധിക്ക്, പെണ്ണുങ്ങളെ ശ്രദ്ധിക്ക്. അടിപ്പാവാടയൊക്കെ ഊരിക്കളഞ്ഞിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കരുതിക്കോണം. അങ്ങനെ ഒരു ചെറിയ ഡ്രോപ്പ് മൂത്രമെങ്കിലും നമ്മുടെ ഗുഹ്യഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അത് മുഴുവനും എടുത്ത് വൃത്തിയാക്കി തുടച്ച് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് വേണം ഒതുവിലേക്ക് കടക്കാൻ. അതാണ് ഇസ്തിബ്ര എന്ന് അറബിയിൽ പറയും. എന്നൊക്കെ ചുമയ്ക്കാന്ന് പറഞ്ഞിട്ടില്ലേ? എനിക്ക് ചുമച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടാണ്. അല്ലാതെ ഓടി വന്ന് സ്പീഡ് പോസ്റ്റിൽ അവൻ ഇങ്ങോട്ട് എടുത്ത ഒറ്റ അടി പയറിഞ്ചം പോലെ അടിച്ചിട്ട് തല്ലിക്കുടഞ്ഞ് സിബിനകത്തിട്ടിട്ട് ഓടിയവൻ പള്ളിക്കകത്ത് അല്ലാഹു അക്ബർ കൊയ്ക്കുമ്പോൾ ഒരു തുള്ളി റുക്കൂല് സുബ്ഹാന റബ്ബിൽ അലീം 2 തുള്ളി, സുബ്ഹാന റബ്ബിൽ അഅല 3 തുള്ളി എടുത്തു വെച്ച് നീ ചട്ടി എടുത്ത് തുറന്നു വെച്ച് നോക്ക്, 3 തുള്ളി അതിനകത്ത് കാണും. എവിടുന്ന് വന്ന ഐസ്ക്രീം തിന്നൊന്നുമല്ല, എവിടുന്ന് വന്ന് തുള്ളി. ഞാൻ വിചാരിക്കും ചെറുപ്പക്കാരനാണ്, എനിക്കങ്ങനെ ഒന്നും സംഭവിക്കൂല. ഈ ഗ്ലാസ്സിൽ വെള്ളം മൊത്തം കുടിച്ചിട്ട് കമത്ത്, എന്നിട്ട് അങ്ങനെ വെക്ക്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചൊന്ന് കമത്തി വെക്കും, ഒരു തുള്ളി വെള്ളം നീ വരുന്ന കാണാം. അപ്പൊ ഞാൻ വലിയ ചെറുപ്പക്കാരനാണ്, ഞാൻ ജിമ്മിൽ പോകുന്നവനാണ്. എൻ്റെ മൂത്രത്തിന്റെ കുഴലൊക്കെ നല്ല 4 ഇഞ്ചിന്റെ കിടക്കാട്, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല അബിവേ. ഇത് ഒരു തുള്ളി ഇങ്ങനെ വരും. അതിനാണ് ഈ ടിഷ്യൂ പേപ്പർ എഴുതണം, എപ്പോഴും കഴുതണം. പോക്കറ്റ് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ സൂക്ഷിക്കണം. ലൈനില്ല, ഓൺലൈനില്ല, പേടിക്കണ്ട. വെള്ളം ഒഴിക്കും. പേടിച്ചിട്ടാണ് വല്ലാഹി സത്യം, വേറെ ഒന്നുമല്ല. നമ്മൾ എത്രത്തോളം ഒക്കെ സൂക്ഷിച്ചാൽ പിന്നെ രോഗികൾക്ക് ഇച്ചിരി കൺസെഷൻ ഉണ്ട് കേട്ടോ. ഈ മൂത്രവാർച്ച അസുഖമുള്ളവരുണ്ടല്ലോ, ഇപ്പൊ ഈ മൂത്രവാർച്ച ഇങ്ങനെ അസുഖമുള്ളവർക്ക് ഒരു ഒതു എടുത്താൽ മതി. ളുഹറിന്റെ അസറിന്റെ ശേഷം ഒറ്റ ഒതു അവർക്ക് അത് മതി. ആ ഒരു ഒതു കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അവർക്ക്. പിന്നെ ഈ അതേപോലെ ഈ വായു പോകുന്നവര് ചുമ്മാ പടക്കം പൊട്ടുന്നപോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് എന്താണ് പരിഹാരം? അപ്പൊ ഇനിയിപ്പം മല വന്ന് ഗമ്മു വെച്ച് അടയ്ക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അന്നേരം എന്ത് ചെയ്യണം? ഒരു ഒതു എടുത്താൽ മതി. പള്ളിയിൽ പോകുമ്പോ ഒക്കെ സൂക്ഷിക്കണം. അവിടെ നിന്ന് പൊട്ടിക്കുമ്പോൾ അവന്മാർ വിചാരിക്കടേ ഇറങ്ങിപ്പോടേന്ന് പറയും ചിലപ്പോൾ. അവിടെ പള്ളിയിൽ പോകുമ്പോൾ സൂക്ഷിക്കുക. അവർ പള്ളിയിൽ പോകണ്ട, അവർ വീട്ടിൽ സ്കെച്ചാൽ മതി. ഉദറല്ലേ സാഹചര്യം ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കത് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? രോഗികൾക്കെല്ലാം അല്ലാഹു അഫ്വ ചെയ്യും. രോഗികൾക്ക് നിസ്കാരം വരെ ജമ്മാക്കാന്ന് വീട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ ഈ മൂത്രം അസുഖമുള്ളവർ, പിന്നീട് ഒതുകൊടുക്കൽ ബുദ്ധിമുട്ടുള്ളവർ, അപ്പോൾ ലഹറും അസറൊക്കെ അവർക്ക് ജമ്മാക്കാം, മഗ്‌രിബ് ഇശായും ജമ്മാക്കാം. കസറാക്കാൻ പറ്റില്ല, ജമ്മാക്കി നിസ്കരിക്കാം. സുഖമില്ല ഇങ്ങനെ കിടക്കുന്നവർ ലഹറിനോടൊപ്പം അസറും കൂടെ നിസ്കരിക്കാം. ഒരൊറ്റ ഒന്നുമില്ല, ഇപ്പോൾ എടുത്തു കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുണ്ട്. അപ്പം മഗ്‌രിബിനും അങ്ങനെ നിസ്കരിക്കാം. അതൊക്കെ ഇസ്ലാം ഇന്ന ദീന യുസ്റുൻ ലാ ഉസ്റുൻ, ദീൻ എളുപ്പമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. പക്ഷെ സൂക്ഷിക്കേണ്ടതിന് നമ്മൾ സൂക്ഷിക്കണം. അതായി പറഞ്ഞത്, സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവും. ഇത് റസൂലുള്ളാഹി കണ്ടിട്ടാണ് മടലൊടിച്ചു കുത്തിവെച്ചത്. ഖബറിന്റെ മുകളിൽ മടലൊടിച്ചു കുത്തിവെച്ചതിന്റെ കാരണം അതാണ്. അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണേ. മൂത്രമൊഴിക്കുമ്പോൾ നിന്ന് മൂത്രമൊഴിക്കരുത്, നല്ലതല്ല. റസൂലുള്ളാഹി അത് ഒരു പ്രാവശ്യം ഒഴിച്ചത് കണ്ടിട്ടാണ് ഇന്ന് എല്ലാ പള്ളിയിലും നിന്ന് മൂത്രം ഒഴിക്കുന്ന ക്ലോസറ്റ് പിടിച്ചു വെച്ചേക്കുന്നത്. അത് മൂത്രം നിന്ന് അതിനകത്ത് ഒഴിച്ചാൽ തന്നെ തെറിച്ച് ഇതിലെ പാൻറ്റിലൊക്കെ ആവും.
അതൊക്കെ നമ്മൾ കാണാൻ മൂത്രം അത് ആ ക്ലോസറ്റിലോട്ട് ഒഴിക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ പടച്ചവനെ റബ്ബെ ഓസ് തുറന്നു വിട്ട പോലെയാണ്. ഇവൻ രാവിലെ മുതൽ റൂമിൽ പിന്നെ ജോലിക്ക് കയറി ലൊഹർ വരെ പിടിച്ചടക്കിയിരിക്കും. ആ 3 കുപ്പി വെള്ളം കുടിക്കും. ഇത് മൊത്തം കൂടെ വന്ന് ബ്ലാഡറിൽ ടാങ്കിൽ വന്ന് കിടക്കുകയാണ്. ഇതെല്ലാം കൂടെ പൊട്ടിച്ചു വിടുകയാണ്. അവിടെ പോയി നിന്നടിക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു വിടുന്ന മൊത്തം അതിനകത്ത് തെറിച്ചു വീഴും. അത്ര വലിയ ശിക്ഷ അത്. അന്ന് കക്കൂസി പോകണം. കക്കൂസി പോയിട്ട് ഫുള്ള് പാൻറ് അഴിച്ചിട്ട് അവിടെ റാഹത്തായിട്ട് ഇരുന്ന് പതുക്കെ ചുമച്ച് 1 റക്കാത്ത് തീരട്ടെ 2 റക്കാത്ത് തീരട്ടെ, പ്രശ്നമില്ല, നീ ഓടി വെപ്രാളപ്പെടണ്ട. അതിനേക്കാളും വലുതാണ് ശുദ്ധി. നിസ്കാരം ബാത്തിലാവും, ആകെ മൊത്തം പ്രശ്നമാകും. ഖബറിനകത്ത് ശിക്ഷയാണ്. ഈ സ്വഹാബി ഏറ്റവും വലിയ സ്വഹാബിയാണ്, അറിയപ്പെട്ട സ്വഹാബിയാണ്. 70,000 മലക്ക് ആകാശത്ത് നിറങ്ങി ഇദ്ദേഹത്തിന്റെ മയ്യത്ത് ചുമക്കാൻ. 70,000 മലക്ക്. അങ്ങനെയുള്ള സ്വഹാബിയെ ഖബർ ഞെരുക്കി. റസൂലുള്ളാഹി കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഖബറൽ അസ്ഹാബു മഅഹു അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തക്ബീർ ചൊല്ലിയപ്പോൾ സ്വഹാബത്തും ചൊല്ലി. റസൂലുള്ളാഹി തസ്ബീഹ് ചൊല്ലിയപ്പോൾ സ്വഹാബത്തും ചൊല്ലി. കാരണം എന്താണ്? റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു വകാന യുഖസ്സിറു ഫീ ബഅദി തുഹൂരി മിനൽ ബൗൽ. മൂത്രത്തിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് തോഫിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ നമ്മൾ തമാശ പറഞ്ഞാലും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഖബറിൽ പ്രശ്നം. 2 ശിക്ഷ ഖബറിൽ ഉറപ്പാണ്. ബാക്കിയുള്ളതിനെ എപ്പോഴാ എങ്ങനെയാണെന്ന് പറഞ്ഞ ചർച്ചയുണ്ട്. 2 കാര്യം ഉറപ്പാണ്. ഒന്ന് ഈ ഏഷണി ദൂഷണം പരദൂഷണം. കണ്ടവന്റെ പന്നിയിറച്ചിയും പച്ചിറച്ചിയും തിന്നൂലേ, അതിന് ഖബർ ഇടി ഉറപ്പ്. 2ാമത് മൂത്രം, ഇതിന് ഇടി ഉറപ്പ്. ഈ 2 കാര്യത്തിൽ ഉറപ്പാണ്. ബാക്കിയൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ അത് വേറെ ചർച്ചയാണ്. എന്തായാലും കൊണ്ടുപോകുമ്പോൾ ഒരു ഞെരുക്കൊക്കെ ഉണ്ട് മോനെ, വിടൂല. അല്ലാ നല്ല സുഖമായിരിക്കും. കാമുകനെ ഞെരുക്കുന്ന പോലെ ഒന്നും അല്ല. നമ്മളോട് വിരോധമുള്ള ഉസ്താദന്മാരോട് വിരോധമുള്ളവരൊക്കെ 20 രൂപയും കൊണ്ട് തന്നിട്ട് റമദാനിലെ പെരുന്നാളിന് ഒരൊറ്റ ഞെരുക്കുണ്ട് നമ്മളെ. മുസാഫാത്ത് വല്ലതും പറയാൻ പറ്റുമോ? നോക്കിയിരിക്കും. ഉസ്താദിനോട് വിരോധമുള്ളതല്ല, 20 രൂപയും കൊണ്ട് തരും, ഒരൊറ്റ ഞെക്കൊക്കെ വേണം. അല്ലോ കിടുകിടാന്ന് 2 സൗണ്ട് വെക്കും. ആ റമദാനിൽ കിട്ടിയ മൊത്തം പൈസ ആശുപത്രി കൊടുക്കേണ്ടി വരും. കേട്ടോ, കിട്ടിയ ചാൻസാ. ഞാൻ ചിന്നക്കട നിൽക്കുമ്പം ലോട്ടറിക്കെതിരെ പ്രസംഗിച്ചു. ഒരുത്തൻ ലോട്ടറി കൊണ്ടുവന്ന് തന്നിട്ട് ഒരൊറ്റ ഞെരുക്കൊക്കെ. നമ്മളിപ്പോൾ നോക്കാറില്ലല്ലോ, കൈമടക്കല്ലേ, ഇങ്ങനെ മേടിച്ചിരിക്കല്ലേ. സംഭവം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ മേടിച്ച് പോക്കറ്റ് വയ്ക്കല്ല. 2 കോടിയുടെ അത് അടിച്ചിരുന്നെങ്കിലുള്ള രംഗം എന്തായിരിക്കും. എന്നിട്ട് വെറുതെ പോലെ ഒരൊറ്റ ഞെരുക്കൊക്കെ കൂടെ. അപ്പൊ അതാണ് ശ്രദ്ധിക്കണം. അപ്പൊ ഇവർ ഞെക്കിട്ട് തന്നെ നമ്മളെ കൊണ്ട് സഹിക്കുന്നില്ല. അപ്പം പിന്നെ ഖബർ ഞെരുക്കുമ്പോ എന്തായിരിക്കും രംഗം? ചെറിയ കാര്യം വല്ലാണ്. ഇന്നരിൽ ഖബരിൽ ലമ്മ, അത് ഞെരുക്കും. അപ്പൊ ഖബർ ഞെരുക്കാത്ത ചില ആളുകളുണ്ട്. ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതിലൊന്ന് അൽ അംബിയാ. അംബിയാക്കളെ ഖബർ ഞെരുക്കൂല. ഇന്നഹും മഅസൂമൂൻ, അവർ തെറ്റ് ചെയ്യാത്തവരാണ്. അവരെ ഖബർ വേദനിപ്പിക്കൂല. അവർക്ക് ഖബറിൽ ഫിത്നയില്ല, യാതൊരു പ്രശ്നം അവർക്ക് ഖബറിലില്ല. 2ാമത് ശുഹദാഉൽ മഅരിക, ഷഹീദായവര്, യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടവർക്ക് ഖബറിൽ ഞെരുക്കമില്ല. അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരല്ല. അവർ ജീവിച്ചിരിക്കാണ്. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവർ മരിച്ചുപോയി നിങ്ങൾ പറയരുത്. ഗസയിലെ മക്കളും മരിച്ചെന്ന് നിങ്ങൾ പറയണ്ട. 64,000 പേര് മരിച്ചു എന്ന് പറയണ്ട. ഇൻദ റബ്ബിഹിം യുർസഖൂൻ, ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രമാണം അനുസരിച്ച് അള്ളാന്റെ അടുക്കൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷവർമ തിന്നിട്ടിരിക്കുകയാണ്, മണ്ണ് സൽവ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗസയുടെ മണ്ണ് തിന്നാനാണ് വിധിക്കപ്പെട്ടത്, ഉപ്പുവെള്ളം കുടിക്കാനാണ് വിധിക്കപ്പെട്ടത്, ജൂതന്മാര് വലിച്ചെറിഞ്ഞ ഉച്ചിഷ്ടം തിന്നാനാണ് വിധിക്കപ്പെട്ടത്. ആ കുഞ്ഞുമക്കളെ അല്ലാഹു തആല നേരത്തെ വിളിച്ചിട്ട് സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കാമെന്ന് അല്ലാഹു വഅദ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് 65,000-ഓളം മക്കളെ മരിച്ചു എന്ന് നിങ്ങൾ പറയരുത് എന്ന് ഖുർആൻ. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് കേട്ടോ. അവിടെ ശരീരത്തിന് പോലും ഒരു പോറൽ സംഭവിക്കൂല.
ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട രണ്ടുപേരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമാ. ഇവർ രണ്ടുപേരെയും ഒരു ഖബറിലാണ് അടക്കിയിരുന്നത്. രണ്ടുപേരെ ഒരു ഖബറിലാണ് അടക്കിയത്. ഫഹസറ സൈലു, കുറെ നാളുകൾക്ക് ശേഷം 45 വർഷങ്ങൾക്ക് ശേഷം ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഖബറുകളെല്ലാം എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ഈ രണ്ട് സ്വഹാബികളുടെ ഖബർ കാണുകയുണ്ടായി. സ്വഹാബാക്കൾ ഫഹഫറു ഹുഫ്റൻ, മറ്റൊരു കുഴിയെടുത്തിട്ട് ഇവരെ അതിലേക്ക് അടക്കാൻ വേണ്ടി ആ ഖബറിൽ നിന്ന് അവരെ എടുത്തപ്പോ മാതാ ലം യതഗയ്യറാ മാതാ കൽ അംസി, അവരെ രണ്ടുപേരുടെയും മയ്യത്ത് എടുത്തുകൊണ്ട് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഇന്നലെ മരിച്ച് ഖബറടക്കിയവരെ പോലെ ഷഹീദായിരുന്നു. ഒരാളുടെ കൈ നെഞ്ചിലായിരുന്നു, അവരുടെ മുഖത്തായിരുന്നു. അത് എടുത്തു നോക്കി സ്വഹാബത്ത് മാറ്റിയപ്പോ രക്തം വരുന്നു. അതേപോലെ തന്നെ മടങ്ങിപ്പോയി. അങ്ങനെ തന്നെ വീണ്ടും അങ്ങനെ തന്നെ പോയി. അങ്ങനെ എടുത്തപ്പോ രക്തം വരുന്നു. അങ്ങനെ വെച്ചു. അപ്പൊ ഇന്നലെ 45 വർഷത്തിന് ശേഷം, 40 ഉഹദ് യുദ്ധം കഴിഞ്ഞ് 45 വർഷത്തിന് ശേഷം സംഭവിച്ചതാണ്. വല്ല കുഴപ്പമുണ്ടോ? അതുപോലെ തന്നെ ഇരിക്കണം. അപ്പൊ ശുഹദാക്കളെ അല്ലാഹു ശുഹദാക്കൾക്ക് ഖബറിൽ പ്രശ്നമില്ല, നോ ടെൻഷൻ. ശുഹദാക്കൾക്ക് പ്രശ്നമില്ല. അല്ലാഹ് അത്രയും അവർക്ക് പദവി കൊടുക്കണം. ആദ്യത്തെ ഒരു തുള്ളി രക്തം അവരുടെ ശരീരത്തിൽ വീഴുന്നതോടുകൂടി പാവങ്ങളും മൊത്തം പൊറുക്കപ്പെട്ടു. ബാക്കി മുഴുവനും ദറജ 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 ഉയർത്തുകയാണ്. അപ്പൊ ശുഹദാക്കൾക്ക് അല്ലാഹു തആല ഖബർ ഞെരുക്കൂല. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ ഓതി വെച്ചത് മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാണോ ഇത് ഓതുന്നത് ഫീ മറദിഹിൽ ലദീ യമൂത്, അതുകൊണ്ട് രോഗശയ്യയിൽ കിടക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, ഉപ്പമാരെ, നിങ്ങൾ ഇത് ഓതിക്കൊണ്ട് കിടക്കണേ. ഈ സൂറത്ത് ഓതിക്കൊണ്ട് കിടക്കണേ. വെറുതെ ആവശ്യമില്ലാതെ സീരിയൽ കാണിക്കല്ലേ. ആ വീട്ടിൽ നിന്ന്, ആ റൂമിൽ നിന്ന് TV എടുത്ത് മാറ്റണേ. തസ്ബീഹ് കയ്യിൽ കൊടുക്കണേ. ഇസ്തിഗ്ഫാർ ചെയ്യണേ. ദിക്ർ ചൊല്ലണേ. സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 പ്രാവശ്യം ഓതണേ. എല്ലാ ദിവസവും 313 സൂറത്തുൽ ഇഖ്ലാസ്, 313 ഇസ്തിഗ്ഫാർ, 313 സ്വലാത്ത്. ഇത് മൂന്നും സ്ഥിരമായി ചൊല്ലുന്നവർക്ക് ഒരടങ്ങേറും ഉണ്ടാവില്ല. ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാം. 313 സൂറത്തുൽ ഇഖ്ലാസ്, 313 ഇസ്തിഗ്ഫാർ, 313 സ്വലാത്ത്. ഈസിയാണ്. ചൊല്ലിക്കോ. ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് മരിച്ചാൽ ലം യുഫ്തൻ ഫീ ഖബ്രിഹി, ഖബറിൽ ഫിത്നയില്ല. വ അമിന മിൻ ലഗ്തതിഹി, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് അവന് അല്ലാഹു നിർഭയത്വം നൽകുമത്രേ. തീർന്നില്ല കേട്ടോ. ഇദാ കാന യൗമുൽ ഖിയാമ, സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ ഖിയാമത്ത് നാളാകുമ്പോ ഹമലത്തുഹുൽ മലായിക ബിയകുഫിഹാ ഹത്താ തുജീസുഹു മിനസ് സിറാത്തി ഇലൽ ജന്നാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളാകുമ്പോ ഒരു മലക്ക് അവന്റെ ഖബറിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് മരിച്ചവൻ ആരാണോ ആ ചിറകിൽ അവനെ ഏറ്റി നേരെ മിന്നൽ വേഗത്തിൽ സിറാത്ത് എന്ന പാലത്തിലൂടെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വലിയ കാര്യമാണ് ഹബീബേ. ഒരു ചെറിയ സൂറത്തിൽ കിട്ടുന്ന തൗഫീഖ് ഉണ്ടോ? ചെറിയൊരു സൂറത്താണ്. ഇതിൽ ഓതിക്കോ. രാവിലെ നമ്മൾ പനി പിടിച്ച ആശുപത്രി പോയാൽ ഈ സൂറത്ത് ഓതിക്കൊണ്ട് പോകണം. അറ്റാക്ക് വന്നൊരു നെഞ്ചുവേദന, അളിയ ഒരു ഗ്യാസ് ആണോ, സൂറത്ത് ഓതിക്കൊണ്ട് പോകാൻ അറിയാൻ പറ്റൂല എന്താണ് സംഭവം. അവിടെ ചിലപ്പം അവിടുത്തെ ഐസിയുലായിരിക്കും മലക്കുൽ മൗത്ത് നിന്നെ നോക്കിയിരിക്കുന്നത്. ഖുൽ ഇന്നൽ മൗത്ത് അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, അവൻ നിന്നെ കണ്ടുമുട്ടുന്നത് അവിടെയായിരിക്കും. അതുകൊണ്ട് നീ പോകുമ്പോൾ ഈ സൂറത്ത് ഓതിക്കൊണ്ടുപോ. ആശുപത്രി പോകുമ്പോൾ ഇത് ഓതിക്കൊണ്ടുപോ. ആ സമയത്ത് അങ്ങനെ മരിച്ചാൽ രക്ഷപ്പെട്ടു. ഈസി ആയിട്ട് പോവല്ലോ. ചെറിയ കാര്യമല്ല. അപ്പൊ ഖബർ ഞെരുക്കൂല. സൂറത്തുൽ ഇഖ്ലാസ് ഓതി മരിക്കുന്നവനെ ഖബർ ഞെരുക്കൂല. ഖുർആൻ മനനം ചെയ്തവനെ ഖബർ ഞെരുക്കൂല. ആഫ്ളായവനെ ഖബർ ഞെരുക്കൂല. ഇദാ മാത ഹാമിലുൽ ഖുർആൻ